നമ്മളിൽ പലരും മണിക്കൂറുകളോളം ഒരേ സ്ഥലത്ത് ഇരുന്ന് വർക്കൊക്കെ ചെയ്യുക, അതല്ലെങ്കിൽ അടുക്കളയിലൊക്കെ നിന്നിട്ട് ജോലിയൊക്കെ ചെയ്യുമ്പോൾ പലർക്കും കാലിൽ നീര് വരും, കാലിൽ തരിപ്പ് വരും. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഹൃദയത്തിലേക്ക് രക്തം കാലിൽ നിന്നും തിരിച്ച് പമ്പ് ചെയ്യാൻ നിങ്ങളുടെ ശരീരത്തെ സഹായിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള 3 എക്സർസൈസുകൾ എന്തൊക്കെയാണ്? നമ്മുടെ കാലിൽ രക്തം കെട്ടിക്കിടക്കുന്ന വാരിക്കോസ് വെയിൻ പ്രശ്നങ്ങൾ, DVT തുടങ്ങി രക്തം കട്ടപിടിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്ന, നമ്മളെല്ലാവരും മറന്നു പോകുന്ന 3 ലളിതമായിട്ടുള്ള വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ചില എക്സർസൈസുകൾ ഇന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഹൃദയം ശുദ്ധരക്തം ധമനികളിലൂടെ ശരീരത്തിന്റെ അറ്റത്തേക്ക് ശക്തമായി പമ്പ് ചെയ്ത് എത്തിക്കുന്നുണ്ട്. എന്നാൽ അവിടെ എത്തുന്ന രക്തം പിന്നീട് തിരികെ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യാൻ നമ്മുടെ വെയിനുകൾക്ക് സ്വന്തമായിട്ടൊരു പമ്പിംഗ് ശക്തിയൊന്നുമില്ല. മാത്രമല്ല, ഗുരുത്വാകർഷണത്തിന് എതിരെയാണ് ഈ രക്തം മുകളിലേക്ക് കയറേണ്ടത്. നമ്മുടെ കാലിലെ മാംസപേശികളായിട്ടുള്ള ഗാസ്ട്രോണീമിയസ്, സോളിയസ് തുടങ്ങിയ മസിലുകളെ ശരീരത്തിലെ രണ്ടാമത്തെ ഹൃദയം എന്നാണ് പറയുക. നമ്മൾ നടക്കുമ്പോഴോ കാലുകൾ ചലിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ മസിലുകൾ സങ്കോചിക്കുകയും സിരകളെ അമർത്തിയിട്ട് രക്തം മുകളിലേക്ക് പമ്പ് ചെയ്ത് എത്തിക്കുകയും ചെയ്യുകയാണ്. കുറെ നേരം ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിന്റെ അധ്വാനത്തിന്റെ കുറവ് സംഭവിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഈ രണ്ടാമത്തെ ഹൃദയം നിശ്ചലമായി പോവാണ്. അതുകൊണ്ടാണ് രക്തം കാലുകളിൽ കെട്ടിക്കിടക്കുന്നത്, പതുക്കെ നീര് വരുന്നത്, ഹൃദയത്തിന് അമിതഭാരം വരുന്നത്. ഇത് തടയാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ സിമ്പിൾ എക്സർസൈസ് ആണ് സോളിയസ് പുഷപ്പ് അഥവാ കസേരയിലൊക്കെ ഇരുന്നിട്ടുള്ള ഒരു പമ്പിംഗ്. ഓഫീസിലോ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മണിക്കൂറുകളോളം ഒരേ ഇരിപ്പ് ഇരിക്കുന്നവർക്ക് എവിടെ ഇരുന്നിട്ടും ചെയ്യാവുന്ന ഒരു എക്സർസൈസ് ആണിത്. അതായത് നിങ്ങളൊരു കസേരയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കാൽപാദങ്ങൾ തറയിൽ ഉറപ്പിച്ച് നിർത്തുക. അതിനുശേഷം കാലിന്റെ വിരലുകളിൽ ഊന്നിയിട്ട് കണങ്കാല് പരമാവധി മുകളിലേക്ക് ഉയർത്തുക, പിന്നീട് താഴേക്ക് കൊണ്ടുവരിക. ഇതിനെയാണ് സോളിയസ് പുഷപ്പ് എന്ന് പറയുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കാലിൽ കെട്ടിക്കിടക്കുന്ന രക്തത്തെ സോളിയസ് മസിലുകൾ ഞെക്കി പിഴിഞ്ഞ് നേരെ മുകളിലേക്ക് അയക്കുകയാണ്. ഒരു ടൂത്ത് പേസ്റ്റ് തീരാറാവുമ്പോൾ അതിന്റെ ട്യൂബിനെ നമ്മൾ ഞെക്കിയിട്ട് മുകളിലേക്ക് പേസ്റ്റ് കൊണ്ടുവരുന്ന പോലെയാണ് സോളിയസ് മസിലുകൾ ചീത്ത രക്തത്തെ മുകളിലേക്ക് പമ്പ് ചെയ്യുന്നത്. രണ്ടാമത്തെ എക്സർസൈസ് കാലുകൾ ചുവരിലേക്ക് ഉയർത്തി വെക്കുന്ന ലെഗ് അപ്പ് ദ വാൾ എക്സർസൈസ് ആണ്. ദിവസവും മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ചെത്തുന്ന ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ ചെയ്യാവുന്ന ഏറ്റവും മികച്ച ഒരു എക്സർസൈസ് ആണിത്. അതിനായിട്ട് തറയിൽ അല്ലെങ്കിൽ ബെഡിൽ മലർന്നു കിടന്നുകൊണ്ട് നിങ്ങളുടെ ഇടുപ്പും കാലുകളും ചുവരിലേക്ക് ഒരു 90 ഡിഗ്രി കോണിൽ ചാരി വെക്കുക. വെറും 10 മുതൽ 15 മിനിറ്റ് വരെ ഈ അവസ്ഥയിൽ കിടക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി പകൽ മുഴുവൻ കാൽക്കുഴയിലും പാദങ്ങളിലൊക്കെ അടിഞ്ഞുകൂടിയ നീരും ലാക്റ്റിക് ആസിഡും വളരെ പെട്ടെന്ന് ഹൃദയത്തിലേക്ക് തിരികെ ഒഴുകിയെത്താണ്. ഇത് നിങ്ങളുടെ ഹൃദയത്തിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. വെയിനിലെ പ്രഷർ കുറയും ചെയ്യും. വാരിക്കോസ് വെയിൻ ഉള്ളവർക്ക് കാലിലെ വേദനയും അസ്വസ്ഥതയും മാറ്റാൻ ഇതിലും ലളിതമായ മറ്റൊരു എക്സർസൈസ് ഇല്ല. മൂന്നാമത്തത് വിരലുകൾ മടക്കുകയും കാൽക്കുഴ തിരിക്കുകയൊക്കെ ചെയ്യുന്ന ടോ കേളിംഗ് ആൻഡ് ആംഗിൾ പമ്പുകളാണ്. പണ്ട് കാലത്തൊക്കെ പഴയ ആളുകൾ നിലത്തിരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്തും ചെരുപ്പിടാതെ മണ്ണിലൊക്കെ നടക്കുകയും ചെയ്യുമ്പോൾ അവരുടെ കാലിന്റെ വിരലുകൾക്ക് നല്ല വ്യായാമം കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഈ എക്സർസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കിടക്കയിലോ കസേരയിലോ ഒക്കെ ഇരുന്നുകൊണ്ട് കാലിന്റെ വിരലുകൾ ഉള്ളിലേക്ക് മടക്കുകയും പിന്നീട് വിരലുകൾ വിരിക്കുകയും ചെയ്യുക. അതിന്റെ കൂടെ കാൽക്കുഴകൾ വട്ടത്തിൽ ഇരുവശത്തേക്കും തിരിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കാലിലെ വളരെ സൂക്ഷ്മമായിട്ടുള്ള രക്തധമനികളായിട്ടുള്ള കാപ്പിലറികൾ അതിലെ രക്തയോട്ടം കൂടുകയും ചെയ്യും. പാദങ്ങളുടെ തരിപ്പ് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. പ്രമേഹ രോഗികൾക്ക് പാദങ്ങളുടെ നാഡികളുടെ ആരോഗ്യം നിലനിർത്താനും മുറിവുകളൊക്കെ വരുന്നത് തടയാനും വളരെ സഹായകരമാണ് ഈ വ്യായാമം. ഇതുപോലുള്ള വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാലുകളിൽ നിലവിൽ രക്തം കട്ട പിടിച്ച ആളുകൾ ഒരു ഡോക്ടറോട് ചോദിക്കാതെ ഇതുപോലുള്ള എക്സർസൈസുകൾ ചെയ്യരുത്.